സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോയാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ കൃഷ് മുറ്റത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഗേറ്റ് തുറന്ന് കൺമണി വരുന്നതായിട്ട് തോന്നിക്കുന്നു. അപ്പോൾ അമ്മേതേ കൺമണി വന്നു എന്ന് പറഞ്ഞ് സുജിയാണെങ്കിൽ അതും കേട്ട് വരുമ്പോഴത്തേക്കും ഗേറ്റ് തുറന്ന് കിടപ്പുണ്ട്. പക്ഷേ അവിടെ എങ്ങും ആരുമില്ല. അപ്പോൾ കൃപമോളല്ലേ ആള്, വിട്ടുകളയുമെന്ന് തോന്നുന്നുണ്ടോ? കൃഷിനെ കളിയാക്കി കൊല്ലുന്നു എന്ന് തന്നെ പറയാം. ഗേറ്റ് തുറന്ന് കിടപ്പുണ്ട്, മുറ്റത്തൊന്നും ആരുമില്ല. കൺമണി എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കൃഷിനാണെങ്കിൽ ഉത്തരം മുട്ടി നിൽക്കുന്നത് കണ്ട് സുജിയാണെങ്കിൽ കൃഷിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു, എൻ്റെ മോനെ ഒരബദ്ധം പറ്റിയതാ, അതിന് നീ ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് ആ വിഷയം ഹാൻഡിൽ ചെയ്യുമ്പോൾ കൃഷാണെങ്കിൽ വിഷമത്തോടെ സോഫയിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പം അടുത്ത് വീണ്ടും കൺമണി വന്ന് നിൽക്കുന്നത് പോലെ വീണ്ടും കാണുന്നുണ്ട്. അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റും. കൃഷിന് കൺമണിയോടുള്ള സ്നേഹം മനസ്സിലാക്കിയിട്ട് അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി സുജിയും സാഗറും കൃപമോളും എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന നാടകമാണോ, അതിനൊപ്പം കൺമണി കൂട്ടു നിൽക്കുമായിരിക്കും, കാത്തിരിക്കാം. എന്തായാലും കൃഷിൻ്റെ പിറന്നാൾ പാർട്ടിക്ക് വേണ്ടി വന്ന മാനസയ്ക്ക് എങ്ങനെയാണ് സാഗർ കുടുംബത്തെ തകർക്കുക, പ്രത്യേകിച്ചും കൃഷിനെ സ്വന്തമാക്കാൻ വേണ്ടി എല്ലാവരെയും എങ്ങനെ തമ്മിലടിപ്പിക്കണം എന്നുള്ള ഒരു ഐഡിയ ആണ് പുള്ളിക്കാരിക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഐഡിയ ജയമോഹനോട് പറയുമ്പം ജയമോഹനും അത് ശരിവെച്ച് അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും. അധികം താമസിക്കാതെ ജയിലിൽ കിടക്കുന്ന സുമിത്രയെ പുറത്തിറക്കാൻ നമ്മുടെ മാനസയും ജയമോഹനും ശ്രമിക്കുന്നുണ്ട്. സുമിത്രയും കൂടി വന്നു കഴിഞ്ഞാൽ സാഗർ കുടുംബത്തിൻ്റെ പതനം പൂർത്തിയായി എന്ന് തന്നെ പറയാം. ഇതിനിടയ്ക്ക് നമ്മുടെ കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹം ഉടനെ കാണുമോ, അതും ഇനി നീണ്ടു പോകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യം അധികം വൈകാതെ കാത്തിരുന്ന് കാണാം.